ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് ഞാൻ ഈദ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വ്ളോഗ് ഇടാൻ കുറച്ച് ലേറ്റായി, എന്നാലും നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് വരാം. പെരുന്നാൾ വ്ളോഗ് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസം കൂടി അതിൽ ഉൾപ്പെടുത്തണം, എന്നാലേ അതൊന്ന് പൂർണ്ണമാവുള്ളൂ അല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തലേദിവസം രാത്രിയിലല്ല നമ്മൾ ചെയ്തു വെക്കുക, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പെരുന്നാൾ രാവാണ്. ഞങ്ങൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം കസ്റ്റേർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ചായിട്ട് പെരുന്നാളിന് ബിരിയാണിയും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയിൽ അങ്ങനത്തെ തിരക്കുകളൊന്നും ഉണ്ടാവില്ല. മൈലാഞ്ചി ഇടുക, കസ്റ്റേർഡ് ഉണ്ടാക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കസ്റ്റേർഡൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഇന്ന് ഇപ്രാവശ്യം കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. ആപ്പാൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് കുട്ടികളെല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ മഗ്‌രിബിൻ്റെ മുന്നേ തന്നെ മൈലാഞ്ചി ഇട്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് രാത്രിയിൽ മൈലാഞ്ചി പണിയില്ല. അപ്പോൾ ഇത് അടുത്ത ദിവസം രാവിലെ, നമ്മളെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ്. തായറാക്കിയും ആദ്യം കൂടിയും പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഈ മഴയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈദ്ഗാഹില്ല. അപ്പോൾ ഞങ്ങളൊന്നും പോകണില്ല കേട്ടോ പള്ളിക്ക്. പള്ളിയിൽ പോയാൽ കുട്ടികളെ കയറ്റും പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ രാവിലെ തന്നെ കുളിച്ചിട്ട് വീട്ടിലെല്ലാവരും കൂടി പെരുന്നാൾ നിസ്കരിച്ചു. അപ്പോൾ നമ്മളെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ അനാമിനെ വിളിച്ചത്. അപ്പോൾ ഓളെ കുളിപ്പിച്ചിട്ട് ഓൾക്കും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിനൊക്കെ നമ്മൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് പള്ളി ഈദ്ഗാഹിന് പോലൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പോണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾക്ക് ആകെ ഒരു ഫീലിംഗ് ആയി. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ആൾ ഹാപ്പി ആയിട്ടാ. ഓളും ഞാനും ഉച്ചയ്ക്ക് തന്നെ തലേദിവസം ഉച്ചയ്ക്ക് തന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ടിരുന്നു കേട്ടോ. ഇതാണ് അനാമിൻ്റെ മൈലാഞ്ചി. കാരണം രാത്രിയിൽ ഞാൻ തിരക്കായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ സമയം കിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇനിയിപ്പോൾ കസ്റ്റേർഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ജസ്റ്റ് ആ കസ്റ്റേർഡ് വേവിച്ച് തണുപ്പിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഫ്രൂട്ട്സൊക്കെ മിക്സ് ആക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കണില്ല. കഴിഞ്ഞ പെരുന്നാളിൻ്റെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സേമിയ കസ്റ്റേർഡ്, സേമിയ ഫ്രൂട്ട് കസ്റ്റേർഡാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പെരുന്നാളിന് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഇത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാനിതിൽ മാങ്ങയും ബനാനയും പിന്നെ ആപ്പിളും ആണ് കേട്ടോ മെയിനായിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറിയ ഇട്ടിട്ടുണ്ട്, ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. മുന്തിരി വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മുന്തിരി കിട്ടിയില്ല കേട്ടോ. കുരുല്ലാത്ത മുന്തിരില്ലേ, ബ്ലാക്ക്, അതിന് വിചാരിച്ചിന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു മഞ്ഞയും ബ്ലാക്കും എല്ലാം കൂടി നല്ലൊരു കളർഫുൾ ആവുമല്ലോ. ഇതിപ്പോൾ ഫുള്ളൊരു മഞ്ഞയ്ക്കാണ് പോയിട്ടുള്ളത്. പിന്നെ റെഡും കൂടി വരുമ്പോൾ ഒരു ഭംഗി. പിന്നെ പക്ഷേ ഫ്രൂട്ട്സൊക്കെ നല്ല മധുരമുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൽ മിക്സ് ആക്കിയപ്പോൾ. പിന്നെ അത്യാവശ്യം തിക്കിൽ തന്നെയാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ലൂസ് വേണം എന്നുണ്ടെങ്കിൽ പാലൊഴിച്ചിട്ടൊന്നും കൂടിയും ലൂസാക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വെച്ച് മിക്സിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഫസ്റ്റ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഹസൻ്റെ ഫ്രണ്ടാണ് ഹിബ. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം ഇതൊരു ബൗളിലാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളെ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഡ്രസ്സ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. അവനെ പെരുന്നാളിൻ്റെ അന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ഇറാനി കോട്ടാണ്, ഇന്നറടക്കം ഒരുമിച്ചാണ് നമ്മളിത് വാങ്ങിയത്. സെറ്റായിട്ട് തന്നെയായിരുന്നു. പിന്നെ ഇത് ഹസൻ്റെ ഫ്രണ്ട്, ഇതാണ് ഹസൻ്റെ ഫ്രണ്ട് ഹിബ. അപ്പോൾ ഹസൻ്റെ ഈ ഡ്രസ്സ്, ഓളെ പെരുന്നാൾ ഡ്രസ്സ് ഓൾക്ക് ഓളെ ആൻറ്റി ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. ഓൾക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സാമിന് മാർക്കൊക്കെ കിട്ടിയിട്ട് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലുള്ള ഒരു ഡ്രസ്സാണിത്. അപ്പോൾ ഓൾക്ക് അതുകൊണ്ട് തന്നെ പെരുന്നാളിന് വേറെ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെല്ലാവരും പെരുന്നാളിൻ്റെ ഡ്രസ്സുകൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും നിന്നിട്ട് വേഗം ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി അടുത്തായിട്ട് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ മൈലാഞ്ചി. പക്ഷേ എനിക്കില്ലേ പ്രാവശ്യം ഈ മൈലാഞ്ചിൻ്റെ കളർ തീരെ ഇഷ്ടമായില്ല. ഇത് ബിഗ് ബി ആണ്. ബിഗ് ബി സാധാരണ നമ്മൾ കഴിയുമ്പോൾ നല്ല കളറായിട്ടാണ് തോന്നൽ. പക്ഷേ ഈ പ്രാവശ്യം കഴുകിയപ്പോൾ എന്തോ ഒരു എന്താ പറയുക, ഒരു ഭംഗിയില്ലാത്തൊരു കളറായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രാവിലെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ അല്ലേ രസം. ഇതിപ്പോൾ സാധാരണ നമ്മൾ ഈദ്ഗാഹിനൊക്കെ പോകുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. ഇതിപ്പോൾ എങ്ങോട്ടും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ തയ്യാറൊക്കെ ഏതായാലും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടെ പോകുന്നതാണ്. നമ്മളടുത്ത് തന്നെയാണ് കേട്ടോ താജ് ഓഡിറ്റോറിയം. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇവർ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. ഓഡൈൻ്റെ ബിരിയാണിയാണ്, ഓഡൈൻ കാറ്ററിങ്ങിലാണ് നമ്മൾ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ നമുക്ക് വേഗം ഫുഡൊക്കെ കിട്ടി. രാവിലെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ തിരിച്ച് പോരുകയാണ്.
ഇപ്രാവശ്യം നമ്മൾ പായസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലട പായസമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അവരുടെ മുന്നേ നമ്മൾ പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സദ്യക്കൊക്കെ കിട്ടുന്ന പായസമല്ലേ, അതേപോലെ തന്നെ. അപ്പോൾ പായസം ഇത് ഫുഡ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ വേഗം പായസം എടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് ഗ്ലാസ്സിലാക്കിയിട്ട് കൊടുക്കുക. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത്. പായസമാണെങ്കിലും ബിരിയാണിയൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ ചെമ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്ന് കംപ്ലീറ്റ് എല്ലാ ഫുഡും, അതായത് നമ്മൾ ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ലഗോൺ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ 65 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ബിരിയാണി ഒരു കൊണ്ടുവരുമ്പോൾ തന്നെ തരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വേറെ വലിയ ചെമ്പുക്ക് എന്തൊക്കെങ്കിലും മാറ്റിയിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിളമ്പണ സമയത്ത് അതാകെ കട്ട പിടിച്ചിട്ടിരിക്കും. കാരണം അത് നല്ല ചൂടോട് കൂടിയിട്ട് ഒരു പാക്ക് ചെയ്ത് വെക്കുന്നതല്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ അവരെ ബിരിയാണി. നമ്മൾ ബീഫും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പെരുന്നാളിന് ബീഫ് ബിരിയാണി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പെരുന്നാൾ പിന്നെ പൊതുവേ ബീഫ് കൂടുതലായിട്ട് വരുന്ന പെരുന്നാളല്ലേ. അതായത് അടുത്ത ദിവസം ഒന്നാമത്തെ പെരുന്നാളിനാണെങ്കിലും രണ്ടാമത്തെ പെരുന്നാളിനൊക്കെ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബീഫ് തന്നെ ആയിരിക്കും പിന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ആക്കി. ലഗോൺ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ എല്ലാവരും കൂടി തന്നെയാണ് കേട്ടോ പെരുന്നാൾ. അതായത് കാക്കിയും ഫാമിലിയൊക്കെ കൂടി, നമ്മൾ തറവാട് വീടാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും കൂടിയും ഇവിടെയാണ് അധികം പെരുന്നാളിന് ഇവിടെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ കുറച്ചധികം ചോറും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അതാ ഫുഡൊക്കെ കൊണ്ടുവന്ന് നമ്മളപ്പം തന്നെ വേഗം കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കലില്ല പെരുന്നാളിന്. സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. കാരണം ചോറ് നമ്മൾ നേരത്തെ തന്നെ കഴിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. ആ സമയമായപ്പോൾ തന്നെ വേഗം ഞാനെല്ലാം പ്ലേറ്റിലേക്ക് ആക്കിയിരുന്നു. അപ്പോൾ നമ്മളാക്കി വെക്കുന്ന സമയത്ത് തന്നെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഒക്കെ എടുത്തുകൊണ്ടുപോയി ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് നമ്മളെ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളും ആ പര വീട്ടിലും ഒക്കെ പോയി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം നമ്മളൊന്ന് കിടന്നുറങ്ങി. കാരണം നമ്മൾ തലേ ദിവസം രാത്രി കുറേ ലേറ്റ് ആവും. നമുക്ക് കുക്കിംഗ് ഒന്നും കരറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറേ ലേറ്റ് ആവും കേട്ടോ കിടക്കണമെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ നമുക്ക് നേരത്തെ എണീക്കുമാണല്ലോ. പിന്നെ നേരത്തെ തന്നെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് സമയമുള്ള പോലെ ആയിരിക്കും. അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങാനും ഒക്കെ സമയം കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്നല്ല പെരുന്നാൾ. കാരണം നമുക്ക് വലിയ പെരുന്നാളാകുമ്പോൾ 2-3 ദിവസം പെരുന്നാളുണ്ടല്ലോ. അപ്പോൾ അടുത്ത ദിവസമൊക്കെ ഞങ്ങളെല്ലാവരും വന്നതിന് ശേഷം അടുത്ത ദിവസമാണ് വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കൽ. അപ്പോൾ ഞങ്ങളേതായാലും ഫസ്റ്റത്തെ പെരുന്നാളിൻ്റെ തന്നെ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. താത്തയും വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ നേരെ താത്താൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ താത്താനെ അവിടുന്ന് ഓരിയെടുത്തിട്ട് ഒരുമിച്ച് വീട്ടിൽ പോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ താത്താൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അനാവ് വണ്ടിയിലിരുന്നിട്ട് ഉറങ്ങിയിരുന്നു കേട്ടോ. ഓള് ഉച്ചയ്ക്കൊന്നും കിടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ നേരത്തെ എണീറ്റല്ലേ, പക്ഷെ എന്നാലും ഭയങ്കര ബിസി ആയിരുന്നു ആൾ. അപ്പോൾ ഓള് പിന്നെ വണ്ടിയിൽ കയറിയപ്പോഴാണ് ഓൾക്ക് ഉറക്കം വന്നത്. അപ്പോൾ അങ്ങനെ അവളുടെ ഉറക്കം കഴിഞ്ഞ് എണീറ്റാണ് അവിടെ എത്തിയപ്പോൾ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇവരും എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു രണ്ട് ദിവസം ഇപ്പോൾ സ്കൂളൊക്കെ ലീവുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് വീട്ടിൽ 2 ദിവസം നിൽക്കാമെന്നൊക്കെയുള്ള പ്ലാനിലാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ഓരോ നമുക്ക് സേമിയ പായസമൊക്കെ തന്നിട്ടുണ്ട്. ഓരോ സ്പെഷ്യൽ സേമിയ പായസവും ബിരിയാണിയൊക്കെയാണ് കേട്ടോ. ഓൾ നമ്മളോട് കുറേ കൂടി നേരത്തെ വരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഉമ്മയിപ്പൊക്കെ ഉണ്ട്, ഉമ്മയിപ്പൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ എല്ലാവരും ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ പെരുന്നാളാകുമ്പോൾ നമുക്കും കുറേ ഗസ്റ്റും ഇതൊക്കെ ആയിട്ട് നേരത്തെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതാ ഓൾക്കും ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ. ബിരിയാണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഉച്ചക്കൊക്കെ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോഴേ ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ, ഈ ഒരു ഫ്രൂട്ട്. അപ്പോൾ ഇത് പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെന്താ പേര് എന്നറിയില്ല, അതുപോലെ താത്ത കൊണ്ടുവന്നതാണ്, ഓരോ വീട്ടിലുണ്ടായതാണ് ഇത്ര കേട്ടോ. അപ്പോൾ ഈ ഫ്രൂട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് കഴിക്കാൻ പറ്റുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരു മധുരവും പുളിപ്പൊക്കെ ആയിട്ട് ഒരു ടേസ്റ്റ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയണില്ല. ഇത് ഞാൻ മുന്നേ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഐസ്ക്രീം പോലെ ഐസ്ക്രീം രുചിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്കങ്ങനെ ഒരു ഐസ്ക്രീമിൻ്റെ രുചിയായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഇവിടെ രണ്ടാളും കൂടി പൊരിഞ്ഞ ഫോട്ടോഷൂട്ടിലാണ്.
അപ്പോൾ അങ്ങനെ ഉപ്പാനൊക്കെയായിട്ടും കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനും വേണ്ടി നമ്മളും കൂടി ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ രാവിലെ കണ്ടില്ല, ഞാൻ രാവിലെ കുറച്ച് ഫോട്ടോസേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. നല്ലൊരു ഫാമിലി ഫോട്ടോ എടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ രാവിലെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവരിങ്ങനെ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു പൂതി, അപ്പോൾ അങ്ങനെ നമ്മളെയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. പെരുന്നാളിന് പൊതുവേ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലേക്ക് പോകുക എന്നുള്ളതല്ലാതെ നമ്മളൊരു എന്താ പറയുക, ഈ പബ്ലിക് പ്ലേസിലേക്കൊന്നും അങ്ങനെ പോകലില്ല കേട്ടോ. കാരണം അങ്ങോട്ടൊന്നും അടുക്കാൻ കഴിയില്ല, നല്ല തിരക്കേരിക്കും വിചാരിച്ചിട്ട് തന്നെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ പെരുന്നാളിൻ്റെ അന്നും പെരുന്നാളിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒഴിവാക്കലാണ്. അപ്പോൾ ഇവിടെ ഈ പോണ വഴിക്ക് ഒരു പാടത്ത് കാറ്റാടിപ്പാടം നട്ട് ഏരിയയിൽ പറയൽ ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഉമ്മയൊക്കെ സിറ്റ് ഔട്ടിൽ തന്നെ നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവർക്കിപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ആരും ഇല്ലല്ലോ, രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ വൈകുന്നേരത്തോടെ എത്തി. ഇനിയിപ്പോൾ ചെറിയ അനിയത്തിയും കൂടിയും വരും. അപ്പോൾ എല്ലാവരും കൂടിയും 2-3 ദിവസം ഇവിടെ നിൽക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഉമ്മ ഇന്നിപ്പോൾ കബ്സയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ബിരിയാണിയൊക്കെ അടുത്ത ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കബ്സ ഉണ്ടാക്കി ഒരു ഉച്ചക്ക് കഴിച്ചിട്ടുണ്ട്. ഇനി രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞിപ്പിടി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ പെരുന്നാൾ. ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ആക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളും എല്ലാം ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.